2023 മെയ് 18 മലയാള മനോരമയിലെ ഒരു പത്രവാർത്ത. മംഗലാപുരത്ത് സ്വർണവുമായി കടന്നുകളഞ്ഞ 3 യുവാക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയെന്ന യുവതിയുടെ സാക്ഷിമൊഴി. കാസർഗോഡ് പശ്ചാത്തലമാക്കിയുള്ള ഒരു സ്വർണ്ണ കള്ളക്കടത്തിന്റെ കഥയാണിത്. പക്ഷെ കഥ തുടങ്ങുന്നത് അങ്ങനെയല്ല. നമ്മുടെയൊക്കെ മനോഹരമായ 90s കാലഘട്ടം. സ്കൂളിലെ ഉച്ചക്കഞ്ഞിയും സ്നേഹം കൈമാറുന്ന കത്തുകളും ഞായറാഴ്ചകളിലെ ദൂരദർശൻ സിനിമകളും ഒക്കെയുള്ള മനോഹരമായ ഒരു കാലഘട്ടം. ചതിക്കപ്പെട്ട് സാമ്പത്തിക ബാധ്യത മൂലം ആത്മഹത്യ ചെയ്ത ഒരു ഉപ്പയുടെ മകൻ നവാസ്, ഉള്ളിൽ കെടാതെ കൊളുത്തിവെച്ച പകയുടെ ചൂട് തട്ടി വളർന്ന മകൻ, തന്റെ ഉപ്പയുടെ മരണത്തിന് കാരണക്കാരനാണെന്ന് വിശ്വസിക്കുന്ന തമീമിന്റെ മകളെ വിവാഹം ചെയ്യുന്നു. പക്ഷേ അവൻ വിശ്വസിച്ചിരുന്നതായിരുന്നില്ല സത്യം. അപ്പോൾ യഥാർത്ഥ ചതിയൻ ആരായിരുന്നു? കള്ളക്കടത്തിന്റെ ആ സ്വർണ്ണ ചുഴിയിൽ നിന്നും നവാസിന് രക്ഷപ്പെടാൻ സാധിച്ചു. അറിഞ്ഞിരിക്കേണ്ട ചില കൈപ്പേറിയ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് അജ്നാസ് വീട്ടിക്ക് നമ്മളെ കൂടെ കൂട്ടുകയാണ്. 90കളിലെ മനോഹരമായ ഓർമ്മകളിൽ തുടങ്ങി കാസർഗോട്ടെ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ അധോലോകത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന സ്വർണ്ണച്ചുഴി. നന്മയും തിന്മയും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്ന നവാസിന്റെ ജീവിതകഥ. ഇത് അജ്നാസ് വീട്ടിക്ക് എഴുതിയ സ്വർണ്ണച്ചുഴികൾ.